1963 ഡിസംബർ 8 അന്നത്തെ ആഭ്യന്തരമന്ത്രി PT ചാക്കോ ഓടിച്ചിരുന്ന അംബാസഡർ കാർ തൃശൂരിൽ വെച്ച് ഒരു ഉന്തുവണ്ടിയിൽ ഇടിച്ചതാണ് വിവാദങ്ങളുടെ തുടക്കം. ഉന്തുവണ്ടി തള്ളിയിരുന്നയാൾ അടുത്തുള്ള ഓടയിലേക്ക് തെറിച്ചു വീണു. പക്ഷേ കാർ നിർത്താതെ പോയി. നാട്ടുകാർ ഓടിക്കൂടി. അതിൽ ചിലർ കാറിന്റെ നമ്പർ പ്ലേറ്റ് ശ്രദ്ധിച്ചു. മന്ത്രിക്കൊപ്പം ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്ന ആരോപണം കാട്ടുതീ പോലെ പടർന്നു. പ്രതിപക്ഷം ഇത് ആയുധമാക്കി. കൂടെയുണ്ടായിരുന്നത് തന്റെ ഭാര്യയാണെന്ന് മന്ത്രി പറഞ്ഞെങ്കിലും പ്രതിപക്ഷം അത് ചെവിക്കൊണ്ടില്ല. മുഖ്യമന്ത്രി R. ശങ്കറും PT ചാക്കോയ്ക്കെതിരെ കരുക്കൾ നീക്കി. ശങ്കർ ചാക്കോയോട് രാജി ആവശ്യപ്പെട്ടു. 1964 ഫെബ്രുവരി 20 മന്ത്രിസഭയിൽ നിന്ന് PT ചാക്കോ രാജിവെച്ചു. അതോടെ കോൺഗ്രസിൽ ശങ്കർ ചാക്കോ ഗ്രൂപ്പ് പോര് പരസ്യമായി. 1964 ജൂണിൽ നടന്ന KPCC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ചാക്കോ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. വൈകാതെ വക്കീൽ ജോലി പുനരാരംഭിച്ച PT ചാക്കോ കോഴിക്കോട് ഒരു കേസിന് വേണ്ടിയുള്ള യാത്രക്കിടെ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു. പിന്നാലെ PT ചാക്കോയെ പിന്തുണച്ചിരുന്നവർ R. ശങ്കർ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു. അവിശ്വാസ പ്രമേയം പാസാകുകയും R. ശങ്കർ രാജിവെക്കുകയും ചെയ്തു. KM ജോർജിന്റെയും R. ബാലകൃഷ്ണപിള്ളയുടെയും നേതൃത്വത്തിലായിരുന്നു നീക്കം. കേരള കോൺഗ്രസ് എന്ന പുതിയ പാർട്ടിയുടെ ഉദയവും അതോടെ സംഭവിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നുവരുന്ന സമയത്ത് കാറിലൊരു സ്ത്രീയുണ്ടായിരുന്നു എന്ന ആരോപണത്തിന്റെ പേരിൽ മാത്രം ആഭ്യന്തരമന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്ന ചരിത്രവും കേരള രാഷ്ട്രീയത്തിലുണ്ട്. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.